പുലിഭീതിയിലാണ് അച്ചൻകോവിൽ നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രി അച്ചൻകോവിൽ കുഴിഭാഗത്ത് എബിൻ ഭവനിൽ അനിയുടെ വീട്ടിലെ കെട്ടിയിരുന്ന വളർത്തുനായയെ പുലി ആക്രമിച്ചു. നായയുടെ ഞെരുക്കം കേട്ട് വീട്ടുകാർ ഉണർന്ന് ജനൽ വഴി നോക്കിയപ്പോഴാണ് പുലി പട്ടിയെ പിടികൂടുന്നത് കാണുന്നത്. ബഹളം വച്ചതോടെ പുലി സമീപത്തെ വനത്തിലേക്ക് ഓടിക്കയറി. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതോടെ ഇവയെ പിടികൂടി ഭക്ഷിക്കുന്നതിനായി പുലി അടക്കമുള്ള മൃഗങ്ങളും ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 1 മണി ആയപ്പോഴത്തേക്കിനും വീട്ടിന്റെ പുറകുവശത്ത് ഒരുപാട് സൗണ്ട് കേട്ട്, പാത്രം അനങ്ങുന്നതും പൈപ്പിന്റെയൊക്കെ സൗണ്ട് കേട്ട് ഞാനും അമ്മയും ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഞങ്ങളുടെ പട്ടിയെ പുലിയാണെങ്കിൽ പിടിച്ച് കഴുത്തിന്റെ അവിടെ കടിച്ച് ഇട്ടേക്കുന്നതായി കണ്ട് ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ആ പുലിയാണെങ്കിൽ കഴുത്തിലെ കടി മാറ്റിയിട്ട് അവന്റെ കഴുത്തിൽ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബഹളം വെച്ചപ്പോഴത്തേനും അത് ഓടിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പട്ടിയെ പോയി നോക്കിയപ്പോഴത്തേക്കും പട്ടിയുടെ വായക്കൂടെയും അതുപോലെ തന്നെ കഴുത്തിൽ കൂടെയും എല്ലാം ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കുനെ വീട്ടിൻ്റെ അകത്ത് കെട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വിവരം അറിയിക്കുകയും അദ്ദേഹം പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷിച്ച് ഇതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ പട്ടിയെ ആശുപത്രി കൊണ്ടുപോയി. വിവരമറിഞ്ഞ് അച്ചൻകോവിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിച്ച് പുലിയെന്ന നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ്. ഉന്നത വനപാലകരെ വിവരം ധരിപ്പിച്ചതായും ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ സ്ഥാപിച്ച് പുലിയെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ജനവാസ മേഖലയിലെ വനാതിർത്തികളിലെ കാടുകൾ വെട്ടിനീക്കുന്നതിനുള്ള നീക്കവും നടത്തും. ഈ മാസം 10-ന് ബ്ലോക്ക് നമ്പർ 9-ൽ മാലിനിയുടെ വളർത്തുനായയും പുലി ആക്രമിച്ചിരുന്നു. തുടർച്ചയായി ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം നാട്ടുകാരിൽ വലിയ ഭീതി ഉയർത്തിയിട്ടുണ്ട്. എത്രയും വേഗം പുലിയെ കണ്ടെത്തി പിടികൂടണമെന്നും ഇതിനായി കൂട് സ്ഥാപിക്കണമെന്നും വാർഡംഗം സാനു ധർമ്മരാജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് DFOയ്ക്ക് കത്ത് നൽകിയതായും വാർഡംഗം അറിയിച്ചു. നാട്ടുവാർത്ത, അരിങ്കാവ്.